ഇന്ന് മാനന്തവാടിയിൽ സംഭവിച്ച അജിയുടെ മരണം ഉൾപ്പെടെ കഴിഞ്ഞ 3 വർഷത്തിനിടെ കേരളത്തിൽ മാത്രം കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 58 പേരാണ്. ഇതുവരെ 2,10,00,000 രൂപ ഇതിന് നഷ്ടപരിഹാരമായി ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അടിക്കടി ഉണ്ടാകുന്ന കാട്ടാന മനുഷ്യൻ സംഘർഷം എന്തുകൊണ്ടാണ് അവസാനിക്കാത്തത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അതിൻ്റെ ഉത്തരം മറ്റൊന്നല്ല. ലോകമെമ്പാടും ആനകളുടെ എണ്ണത്തിൽ കുറവ് വരുമ്പോൾ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ്. ഇന്ത്യയിലെ ആനകളുടെ കണക്കെടുത്താൽ 38 വർഷത്തിനിടെ 122% ആനകളുടെ വർധന. അതിൽ കേരളത്തിൻ്റെ പങ്ക് വളരെ നിർണായകമാണ്. വന്യമൃഗ സംഘർഷവുമായി ബന്ധപ്പെട്ട നിലവിലെ ഗുരുതരമായ സ്ഥിതിവിശേഷങ്ങൾ അതത് പ്രദേശത്തെ ജനസാന്ദ്രതയുമായി കൂട്ടിവായിക്കപ്പെടേണ്ടതുണ്ട്. വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന നേട്ടങ്ങൾ സ്വന്തമാക്കി കേരളം ഇന്ന് നേരിടുന്ന പ്രതിസന്ധികളിൽ ഒന്ന് വന്യമൃഗ സംഘർഷം തന്നെയാണ്. കാടും മനുഷ്യരും തോളോട് തോൾ ചേർന്ന് കിടക്കുന്ന നാട്ടിൽ വന്യമൃഗ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന പ്രതിസന്ധി വളരെ വലുതാണ്. ഇന്ത്യയിലെ ജനസംഖ്യയുടെ 2.76% വരുന്ന മലയാളികൾ താമസിക്കുന്നത് ഇന്ത്യയുടെ 1.18% മാത്രം വരുന്ന കേരളമെന്ന ഭൂപ്രദേശത്താണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ 29.65% വനവും 54.7% വനാവരണവുമുള്ള നാട്ടിലാണ് 3.34 കോടി ജനങ്ങളുള്ളത്. അതിനിടയിൽ നമുക്ക് 44 നദികളും 62 അണക്കെട്ടുകളും കൂടി ഉണ്ടെന്നുള്ളതും മറക്കരുത്. ഇതിനെല്ലാം ഉപരി കാലാവസ്ഥാ വ്യതിയാനങ്ങളെ തുടർന്നുണ്ടാകുന്ന അപ്രതീക്ഷിത പ്രളയങ്ങളും കാലാവസ്ഥാ മാറ്റങ്ങളും നാടിനെയും കാടിനെയും നേരിട്ട് ബാധിക്കുന്നതാണ്. 1979 ഇന്ത്യയിൽ 13,500 ആനകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 2017 സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ ആനകളുടെ എണ്ണം 29,964 ഏകദേശം 40 വർഷത്തിനിടെ 122% വർധന. കേരളത്തിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 1989 വെറും 3,500 ആനകളായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ 2017 കണക്കനുസരിച്ച് 5,706 ആനകളുണ്ട്. കേരളത്തിൽ മാത്രം ഏകദേശം 30 വർഷത്തിനിടെ 63% വർധനയാണ് ഉണ്ടായത്. ഇതോടൊപ്പം ചേർത്ത് വയ്ക്കേണ്ട 2 കണക്കുകൾ കൂടിയുണ്ട്. 30 വർഷത്തിനിടെ 31% ജനസംഖ്യാ വർധനവ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ മനുഷ്യനെപ്പോലെ പാരിസ്ഥിതിക കുറ്റബോധം പേറി ജീവിക്കുന്ന മറ്റൊരു ജനതയെ കാണാനുമാവില്ല. കാടിന് ഉൾക്കൊള്ളാവുന്നതിനപ്പുറവും ഇന്ത്യയിൽ ചില ഇടങ്ങളിലെങ്കിലും ആനയുടെ എണ്ണം വർദ്ധിച്ചിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കാടിന് എത്ര ആനയെ വരെ ഉൾക്കൊള്ളാം എന്നതാണ് ചോദ്യമെങ്കിൽ 111 തൊട്ട് 266 വരെ ചതുരശ്ര കിലോമീറ്ററാണ് ആനകൾക്ക് വേണ്ട ഹോം റേഞ്ച്. 2020 നടന്ന വിശദമായ പഠനത്തിൽ ആവറേജ് ഡെൻസിറ്റി 1.30 സ്ക്വയർ കിലോമീറ്റർ ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കേരളത്തിലെ ആനയുടെ ഡെൻസിറ്റി 0.59 മാത്രമാണ്. ആനയുടെ പോപ്പുലേഷൻ ഡെൻസിറ്റിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ പരിസ്ഥിതിവാദക്കാർ ഉയർത്തുന്ന മറുചോദ്യവുമുണ്ട്. മനുഷ്യൻ്റെ ജനസാന്ദ്രത എത്രയെന്ന്. മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത് ബുദ്ധിവികാസമാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ ഫലപ്രദമായ ഉപയോഗം മനുഷ്യന് സാധ്യമാണ്. ചൈനയുടെ മക്കാവു എന്ന 32.9 കിലോമീറ്റർ സ്ക്വയർ മാത്രം വിസ്തീർണമുള്ള നഗരത്തിൽ ഏകദേശം 6,80,000 മനുഷ്യർ താമസിക്കുന്നുണ്ട്. മക്കാവു ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശവുമാണ്. 20,556 സ്ക്വയർ കിലോമീറ്ററാണ് മക്കാവുവിൻ്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി. കാടിൻ്റെ സ്വാഭാവികമായ പുൽമേടുകൾ നിലവിലെ കാടുകളിലെ വെജിറ്റേഷൻ ആനകൾക്ക് ചേരുന്നതാണോ എന്നതാണ് ചോദ്യം. മഴക്കാലത്ത് തുറന്ന പുല്ലുകളുള്ള പ്രദേശമാണ് ആന വെജിറ്റേഷനായി തിരഞ്ഞെടുക്കാറ്. വേനലാകുന്നതോടെ വെള്ളം തിരഞ്ഞുള്ള യാത്രകൾ ആരംഭിക്കുകയായി. ഈ സമയങ്ങളിൽ കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കൂടുതൽ ആനകൾ കേരളത്തിലെത്തുക പതിവാണ്. ആനകൾ ഭക്ഷണത്തിനും മറ്റും ആശ്രയിക്കുന്നത് പ്രധാനമായും പുൽമേടുകളെയും മുളകളെയുമാണ്. ആനയ്ക്ക് ആവശ്യം വേണ്ട പുല്ലുകളിൽ ഒന്നാണ് മുള. വയനാട്ടിലെ 344.44 ചതുരശ്ര കിലോമീറ്റർ വനഭൂമിയിൽ 500 ഹെക്ടറിൽ കൂടുതൽ വളരുന്ന മുള സവിശേഷ ശ്രദ്ധ ആവശ്യമുള്ള ഒന്നാണ്. ഒരിക്കൽ പൂക്കുന്നതോടെ മുഴുവനോടെ നശിക്കുന്ന പുല്ലാണ് മുള. ഒരു പ്രദേശത്തെ മുളകൾ ഒരുമിച്ച് പൂക്കുകയും നശിക്കുകയും ചെയ്യുമ്പോൾ ആ പ്രദേശത്തെ ആനകൾ തീറ്റ തേടി നാട്ടിലിറങ്ങുന്നത് പതിവാണ്. അധിനിവേശ കളകളുടെ കടന്നുകയറ്റവുമുണ്ട്. വളരെ വേഗത്തിൽ വളരുന്ന അധിനിവേശ സസ്യങ്ങൾ മറ്റ് സസ്യങ്ങൾക്കായുള്ള വായുസഞ്ചാരം കുറയ്ക്കുന്നതോടൊപ്പം ചില പ്രത്യേകതരം ഷഡ്പദങ്ങളുടെയും രോഗങ്ങളുടെയും വാഹകരായി മാറുകയും ചെയ്യുന്നതുവഴി തനത് ആവാസ വ്യവസ്ഥ മാറ്റിമറിക്കപ്പെടുകയും തദ്ദേശീയ സസ്യങ്ങളുടെ വംശനാശത്തിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവ മറ്റ് സസ്യങ്ങളുടെ വളർച്ചയ്ക്കും പുനരുൽപാദനത്തിനുമെല്ലാം വിഘാതം സൃഷ്ടിക്കുന്നുണ്ട്. സെന്ന, സ്പെക്ടാലിബിസ് പോലുള്ള കളകൾ വയനാട് മുത്തങ്ങ വന്യജീവി സങ്കേതമാകെ പടർന്നു കഴിഞ്ഞു. 45 ചതുരശ്ര കിലോമീറ്റർ വനഭൂമി മലയാളത്തിൽ മഞ്ഞക്കൊന്ന എന്നറിയപ്പെടുന്ന ഈ അധിനിവേശ കളകളെ നശിപ്പിച്ചിരിക്കുന്നത്. കർണാടകയിലെ ഭദ്ര കടുവ സംരക്ഷണ കേന്ദ്രം, തമിഴ്നാട്ടിലെ സത്യമംഗലം കാടുകൾ എന്നിവിടങ്ങളിലേക്കും ഈ കള എന്നോ പടർന്നു കയറി കഴിഞ്ഞിട്ടുണ്ട്. ആന തൊട്ടാവാടിയും അരിപ്പൂച്ചെടിയും കമ്മ്യൂണിസ്റ്റ് പച്ചയും ധൃതരാഷ്ട്ര പച്ചയും
നമ്മുടെ നാട് മാത്രമല്ല കാടും കീഴടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആനകൾക്ക് ആവശ്യമായ വെജിറ്റേഷൻ നഷ്ടപ്പെടുന്നതിനും അധിനിവേശ കളകൾ ഒരു പ്രധാന കാരണമാണ്. നിയന്ത്രിത കാട്ടുതീ ആരോഗ്യകരമായ പുൽമേടുകൾ വളരാൻ സഹായിക്കുന്നുണ്ട്. കൂടാതെ അടിഞ്ഞുകൂടി കിടക്കുന്ന ഇലകളും മറ്റും നിയന്ത്രിതമായി കത്തിത്തീരുന്നത് വലിയ കാട്ടുതീ തടയാൻ സഹായിക്കുന്നുണ്ട്. ഇത് പോഷകസമ്പുഷ്ടമായ നല്ല പുല്ലുകൾ വളരാൻ സഹായിക്കുന്നു. ഉത്തരാഖണ്ഡിലെ കോർബറ്റ്, അസമിലെ മാനസ് എന്നീ നാഷണൽ പാർക്കുകളിൽ നിയന്ത്രിത കാട്ടുതീ വിജയകരമായി ഉപയോഗിച്ചിട്ടുണ്ട്. കേരളത്തിലെ വനത്തിൻ്റെ 13.5% പ്ലാന്റേഷനാണ്. ഇതിൽ പകുതിയോടടുത്ത് തേക്ക് കൃഷിയുമാണ്. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാൻ ആദ്യം ചെയ്യേണ്ടത് ഈ പ്ലാന്റേഷൻ ഭൂമി ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുക എന്നതാണ്. നിലവിൽ കാടും നാടുമായിട്ടുള്ള അതിരുകൾ നിറയെ അധിനിവേശ കളകൾ പടർന്നു പിടിച്ചിരിക്കുകയാണ്. ഇത് മുഴുവനായി ഉന്മൂലനം ചെയ്തുകൊണ്ട് ചുരുങ്ങിയത് 1/2 കിലോമീറ്റർ ചുറ്റളവിൽ എങ്കിലും കാടും നാടുമായി വേർതിരിക്കത്തക്ക രീതിയിൽ പ്ലാന്റേഷൻ സംരക്ഷിക്കാൻ കഴിഞ്ഞാൽ അതൊരു സംരക്ഷണ കവചം പോലെ നാടിനെയും കാടിനെയും വേർതിരിക്കുകയും മനുഷ്യവാസ കേന്ദ്രങ്ങൾ കൂടുതൽ സുരക്ഷിതമാവുകയും ചെയ്യും. ഒരു യഥാർത്ഥ ബഫർ സോണായി പ്ലാന്റേഷന് മാറാൻ കഴിയും. നിലവിൽ കാടും നാടും വേർതിരിക്കുന്ന അതിരുകൾ ഫലപ്രദമല്ലാത്തതുകൊണ്ടാണ് ക്രമാതീതമായി വർദ്ധിച്ച വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത്. പ്ലാന്റേഷൻ ബഫർ സോൺ വരുന്നതോടെ കാടും നാടും തമ്മിൽ വേർതിരിവ് ഉണ്ടാവുകയും ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് എയർലി വാർണിംഗ് സിസ്റ്റം പോലുള്ളവ നടപ്പാക്കുകയും സുരക്ഷാ കവചങ്ങൾ പല തട്ടുകളായി തീർക്കുകയും ചെയ്താൽ സംഘർഷം ഒഴിവാക്കാൻ നല്ലൊരു പരിധിവരെ കഴിയുന്നുണ്ട്. ഇന്ത്യയിൽ വ്യാപകമായി ആനക്കള്ളക്കടത്ത് നടക്കുന്നുണ്ട്. 2022 ജൂണിൽ അരുണാചൽ പ്രദേശിലെ ഈസ്റ്റ് സിയാങ് ജില്ലയുടെ ആസ്ഥാനമായ പാസിഘട്ടിൽ നിന്ന് ഗുജറാത്തിലെ ജാംനഗറിലേക്ക് പോവുകയായിരുന്ന ഒരു സംഘം ട്രക്കുകളെ ആനക്കള്ളക്കടത്ത് നടക്കുന്നുവെന്ന രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സംഘം വിദ്യാർത്ഥികൾ തടഞ്ഞിരുന്നു. വളരെ മോശപ്പെട്ട അവസ്ഥയിൽ 10ഓളം ആനകൾ ആ ട്രക്കുകൾക്കുള്ളിൽ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അസമിൽ നിന്നുള്ള ഏകദേശം 1000 ആനകൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും കൂടുതലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ബന്ദികളാണ് എന്ന് കണ്ടെത്തിയത് പ്രമുഖ വാർത്താ ചാനൽ തന്നെയായിരുന്നു. വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ സെക്ഷൻ 43 പ്രകാരം വന്യമൃഗങ്ങളെ വാണിജ്യാടിസ്ഥാനത്തിൽ വിൽക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ 3 സംസ്ഥാനങ്ങളായ കേരളം, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ ആനകൾക്ക് ആവശ്യക്കാരേറെയാണ്. ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള എൽസ ഫൗണ്ടേഷൻ്റെ 2022 ഫെബ്രുവരിയിലെ റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം 500 ആനകളാണ് കള്ളക്കടത്തിന് ഇരയായിട്ടുള്ളത്. സ്വകാര്യ വ്യക്തികൾക്കോ മതസ്ഥാപനങ്ങൾക്കോ ആനകളെ സ്വന്തമാക്കാനോ പരിപാലിക്കാനോ അനുമതിയില്ലെന്ന മദ്രാസ് ഹൈക്കോടതി വിധി ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിലും ഉണ്ടാകുമെന്നാണ് ആനപ്രേമികളുടെ പ്രതീക്ഷ. ആന ഭാവിയുടെ ദിനോസർ ആവാതിരിക്കണമെങ്കിൽ കൂട്ടായ പ്രവർത്തനവും ആവശ്യമാണ്. അതിന് മനുഷ്യജീവൻ്റെ വിലയുണ്ടാവരുത്. ആ കൊമ്പുകളിൽ ചോര പുരണ്ടാൽ ഇത്തരം പറയേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മാത്രമല്ല, ആന സംരക്ഷണത്തിൻ്റെ പേരിൽ വൻ തുക കൈപ്പറ്റുന്ന NGOകൾ അടക്കമുള്ളവരാണ്. എന്തായാലും കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നത് തടയേണ്ടത് അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. കാരണം ഇക്കുറി ഒരാളെ കൊലപ്പെടുത്തിയത് വീട്ടുമുറ്റത്ത് വെച്ചാണ്. ഇന്ന് രാവിലെ അതിർത്തിയിലെ കാട്ടിലെത്തിയ ആന പടമലയിലെ ജനവാസ മേഖലയിലേക്കാണ് കടന്നത്. വീടിൻ്റെ ഗേറ്റും മതിലും തകർത്ത് അകത്ത് കടന്ന ആനയുടെ ആക്രമണത്തിലാണ് പടമല സ്വദേശി അജി മരിച്ചത്. കർണാടകയിൽ നിന്നുള്ള റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ് വയനാട്ടിലിറങ്ങിയത്. ഇത് മോഴയാനയാണ്. ആനയുടെ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാനന്തവാടി നഗരസഭയിലെ 4 വാർഡുകളിൽ 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുറുക്കൻമൂല, പയ്യമ്പള്ളി കുറുവ, കാടൻകൊല്ലി എന്നിവിടങ്ങളിലാണ് നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിരിക്കുന്നത്.